ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്വാബ അബ്ദൻ ഖത്തു ഹമ്മുൻ വല ഹസ്നുൻ. ഒരു വിഷമമാകട്ടെ, ഒരു വ്യസനമാകട്ടെ, ഇത് ബാധിച്ച ഒരടിമ, ഒരു ദാസൻ ഇങ്ങനെ ചൊല്ലുകയാണ് എങ്കിൽ, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു വഗമ്മഹു വഅബ്ദലഹു മകാനഹു ഫറഹ. ഓരോ വാക്കുകൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണേ. ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ വിഷമങ്ങൾ വല്ലതും വന്നാൽ, പ്രയാസങ്ങൾ വല്ലതും വന്നാൽ അവൻ ഇങ്ങനെ ചൊല്ലുകയാണ് എങ്കിൽ ആ വേദനയെ അള്ളാഹു പോക്കിക്കളയും. തലസ്ഥാനത്ത് വഅബ്ദലഹു മകാനഹു ഫറഹൻ. ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. അപ്പം ഇതിങ്ങനെ ചൊല്ലണം. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക് വ ഇബ്നു അബ്ദിക് വ ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാളിൻ ഫീ ഹുക്മിക് അദലുൻ ഫീ ഖളാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي അല്ലെങ്കിൽ وذهاب غمي. ഇതൊരു 4 വരി പ്രാർത്ഥനയാണ്. താൻ അകപ്പെട്ട ജീവിത നൈരാശ്യങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയായി മനസ്സിനെ സൃഷ്ടിച്ച അതിൻ്റെ വേദനകളെ സമ്മാനിക്കുന്ന അള്ളാഹു തന്നെ പറയുകയാണ്, ഇത് നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം സന്തോഷം നൽകുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ സമ്മതിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹ് ഞാൻ നിൻ്റെ കേവലം ഒരു അടിമ മാത്രമാണ്. ഞാൻ എത്ര ഉയരങ്ങളിലെത്തിയാലും, ഞാൻ എത്ര വലിയ സമ്പാദ്യം സമ്പാദിച്ചാലും, ഞാൻ ലോകത്ത് എത്രത്തോളം അറിയപ്പെട്ടാലും, അല്ലാഹുവേ ഞാൻ നിൻ്റെ അടിമയാണ്. ഇന്നി അബ്ദുക്. അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല എന്നുള്ള പ്രഖ്യാപനത്തോടെയാണ് അത് തുടങ്ങുന്നത്. വ ഇബ്നു അബ്ദിക്, നിന്റെ ഏതോ ഒരടിമയുടെ മകനാണ് ഞാൻ. നിന്റെ ഏതോ ഒരടിമയുടെ മകനാണ് ഞാൻ. വ ഇബ്നു അമതിക്, നിന്റെ ഏതോ ഒരടിമ, ഒരു ദാസിയായ ഒരു സ്ത്രീയുടെ മകനാണ് ഞാൻ, അല്ലെങ്കിൽ മകളാണ് ഞാൻ. എന്താണ് ഈ 3 പ്രഖ്യാപനങ്ങളിലൂടെ നമ്മൾ നടത്തിയത്? ഉബൂദിയ്യത്ത്. ഉബൂദിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മളെന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തോടെയാണ് നമ്മൾ ഈ ദുആ തുടങ്ങുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് വിനയപ്പെടാനില്ല. ഞാനൊരു നിസ്സാരനായ അടിമയാണ്, ഏതൊരടിമയുടെ, നിൻ്റെ ഏതൊരു ദാസിയുടെ മകനാണ് ഞാൻ. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട്, റബ്ബേ നിൻ്റെ കയ്യിലാണ് എല്ലാ നിയന്ത്രണങ്ങളും എൻ്റെ എന്നാണ് പ്രഖ്യാപനം. നാസിയതി ബിയദിക് നാസിയത്തുൻ കാദിബ. ഒരായത്ത് കേട്ടിട്ടില്ലേ ഖുറാനിലെ? നാസിയത്തി എന്ന് പറഞ്ഞാൽ കുടുമ എന്നാണ് അർത്ഥം, മൂർധാവിൻ്റെ മുകൾ ഭാഗം. അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൻ്റെ മുഴു കൺട്രോളുകളും നിൻ്റെ പക്കലാണ് എന്നാണ് പറയുന്നത്. നാസിയതി ബിയദിക, അതായത് എൻ്റെ മൂർധാവിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്നത് നീയാണ്, അതിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്കൊരുപാട് പ്ലാനിങ്ങുകൾ ഉണ്ടാകാം, എനിക്കൊരുപാട് ജീവിതത്തിൽ എനിക്ക് ചെയ്യാനുള്ള കുറേ പ്ലാനുകൾ ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവേ നീയാണ്. ഞാൻ നിൻ്റെ വിധേയനാണ്. നിന്നിൽ നിന്നും എനിക്കൊരു സ്വയം പര്യാപ്തതയുടെ
ഒരു സെക്കൻഡ് പോയിട്ട് അതിൻ്റെ ഏറ്റവും ചെറിയ അംശം ഏതാണോ അത്ര സെക്കൻഡ് നേരത്തേക്ക് പോലും ഞാൻ ആരുമല്ല. അതുകൊണ്ടാണ് ഒരു മുഅ്മിൻ ദിനേന പ്രഖ്യാപിക്കുന്നത് അദ്കാറുകളിലൂടെ, അദ്കാറു സ്വബാഹിലൂടെ, അദ്കാറുൽ മസായിലൂടെ. ഒരു വിശ്വാസി പറയുന്നത് എന്താണ്? വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. എൻ്റെ കണ്ണിൻ്റെ ഇമവട്ടി, ആ ഒരു വൈപ്പർ സിസ്റ്റം ഉണ്ടല്ലോ, അടച്ച് തുറക്കൽ, ആ സെക്കൻഡ് നേരത്തേക്ക് പോലും എൻ്റെ ജീവിതത്തെ നീ എന്നെ ഏൽപ്പിക്കല്ലേ. കാരണം അതുപോലും ഏറ്റെടുക്കാൻ ഞാൻ പര്യാപ്തനല്ല. നാസിയതി ബിയദിക് എന്ന് പറഞ്ഞാൽ അതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കുടുമ പിടിച്ചിരിക്കുന്നത് നീയാണ് റബ്ബേ. നീ എന്താണോ എൻ്റെ ജീവിതത്തിൽ വിധിക്കുന്നത് അത് അനുഭവിക്കുകയല്ലാതെ ഈ ദുർബലനായ എനിക്ക് സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നീ തടഞ്ഞതിനെ മേടിച്ചു തരാൻ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ ലോകത്തൊരു പടപ്പുകൾക്കും റിജക്റ്റ് ചെയ്യാൻ, തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ സുഖം, ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ ശാന്തത, സമാധാനം ഒരിക്കലും ഒരു വിശ്വാസിക്കല്ലാതെ കിട്ടൂല. അതാണ് ഈ പ്രഖ്യാപനം. എന്നിട്ട് അല്ലാഹുവിനോട് നമ്മൾ പറയുന്നു, മാലിൻ ഫീ ഹുക്മിക് അദ്ലുൻ ഫീ ഖളാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈതു ബിഹി നഫ്സക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക. അല്ലാഹുവേ, നീ എന്നിൽ വിധിച്ചതെന്തോ അത് ഏറ്റുവാങ്ങാൻ ഞാൻ സന്നദ്ധ. നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്താ പറയണത്? നീ പഠിപ്പിച്ച നിന്റെ നാമങ്ങൾ, നീ ഇഷ്ടപ്പെട്ട നിന്റെ ദാസന്മാർക്ക് മാത്രമായി പറഞ്ഞു കൊടുത്ത നാമങ്ങൾ, അതുപോലെ നിന്റെ ഇൽമുൽ ഗൈബിന്റെ ലോകത്ത് നീ മറച്ചു വെച്ച ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരാത്ത നിന്റെ നാമങ്ങൾ, ഈ നാമങ്ങൾ വെച്ചുകൊണ്ട് അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? അന്തജഅലൽ ഖുർആന റബീഅ ഖൽബി. മാനവകുലത്തിന്റെ വഴികാട്ടിയായി, മാനവകുലത്തിന്റെ സിലബസായി, മാനവകുലത്തിന്റെ ജീവിത പദ്ധതിയായി, മാനവകുലത്തിന്റെ ജീവിതത്തിന്റെ ഐക്കണായി നീ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് മുത്തുനബി പഠിപ്പിച്ച ആ ഹൃദയത്തിൻ്റെ വസന്തമാക്കേണമേ എന്നാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അന്തജഅലൽ ഖുർആന റബീഅ ഖൽബി. മതിയോ? ഹൃദയത്തിൻ്റെ വസന്തമാക്കിയാൽ മാത്രം മതിയോ? പോരാ. വനൂറ സ്വദരി, എൻ്റെ ഹൃദയത്തിൻ്റെ നൂറാക്കേണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശമാക്കേണമേ ആ വിശുദ്ധ മഹാവേദഗ്രന്ഥത്തെ. ഖുർആൻ വെളിച്ചം സ്ഫുരിപ്പിച്ച ഒരു ഹൃദയങ്ങളും അസൂയ വെച്ച് പുലർത്തില്ല. വിശുദ്ധ ഖുർആൻ വെളിച്ചം പരത്തിയ ഒരു ഹൃദയങ്ങളും വിദ്വേഷം വെച്ച് പുലർത്തില്ല. വിശുദ്ധ ഖുർആൻ വെളിച്ചം വെച്ച് പുലർത്തിയ ഹൃദയങ്ങൾ ഒരിക്കലും അന്യായമായി ഒരാളുടെ നേരെ ഒരു വാക്കുകൊണ്ടോ, ഒരു പ്രവൃത്തി കൊണ്ടോ, ഒരു നോട്ടം കൊണ്ടോ, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടോ വേദനിപ്പിക്കില്ല. ഹൃദയം കയറാത്ത ചളി കെട്ടിയ ഹൃദയങ്ങളാണോ, കറ പിടിച്ച ഹൃദയങ്ങളാണോ, മാറാല പുരട്ടിയ ഹൃദയങ്ങളാണോ, ആ ഹൃദയത്തോട് സംസാരമേ ഇല്ല ഖുർആനിന്. പിന്നെയോ ആ ഹൃദയത്തിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വെളിച്ചമാക്കേണമേ. വജലാഹ ഹുസ്നി, ജീവിതത്തിൻ്റെ ഈ വൈതരണിയിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പ്രയാസങ്ങൾക്കൊക്കെയുള്ള ദുഃഖങ്ങളെ നീക്കിക്കളയുന്ന, പോക്കിക്കളയുന്ന ഒരു മഹാശമന ഔഷധമാക്കി ഖുർആനിനെ നീ മാറ്റണമേ എന്നാണ്. വദഹാബഹമ്മി, എൻ്റെ മനോവിഷമങ്ങൾ, മനുഷ്യനാണ് ഞാൻ. ഒരു ബ്ലോക്ക് വന്നാൽ, ഒരു സ്ട്രോക്ക് വന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ കിലോമീറ്ററുകളോളം നിവർന്നു കിടക്കുന്ന ഞരമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ബ്ലോക്കായാൽ തീരാവുന്ന ദുർബലനാണ് ഞാൻ. അത്രത്തോളമേ ഉള്ളൂ ഞാൻ. അത്രത്തോളം നിസ്സാരമായി എൻ്റെ മനോഹൃദയത്തിലെ ദുഃഖങ്ങളുണ്ടല്ലോ, ആ ദുഃഖങ്ങളെ നീ പോക്കിക്കളയണമേ എന്ന് സുന്ദരമായി കൊണ്ട് പഠിപ്പിച്ചു തരികയാണ് ഈ ദുആയെ. ലോകത്തെ മാറ്റത്തിൻ്റെ പടപ്പാട്ടിനായി അവതരിപ്പിക്കപ്പെട്ട മഹാചാര്യൻ പ്രവാചകനിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു ദുആയാണത്. ഇത് കേട്ടപ്പോൾ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനിൻ്റെ നിറകുടങ്ങളായി അവിടുത്തെ കാണാൻ, അവിടുത്തെ അനുഭവിക്കാൻ, അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് നിർഗളിക്കുന്ന ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മഹാഭാഗ്യം കിട്ടിയ സഹാബത്ത് ചോദിക്കുകയാണ്, അഫലാ നതഅല്ലമഹുന്ന യാ റസൂലല്ലാഹ്, ഏ അല്ലാഹുവിൻ്റെ ദൂതരെ ഞങ്ങളിത് പഠിക്കട്ടെ. കണ്ട,
ഈ ഓരമുക്ക് സലഫി മസ്ജിദിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന സകല മുഅ്മിനീങ്ങളോടും മനസ്സ് തുറന്നിട്ടാ പറയണത്. എന്താ സഹാബികൾ ചോദിച്ചത്? ഞാനിത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിക്കട്ടെ എന്നാൽ ഈ ചിന്ത നമുക്ക് വന്നോ? ഉണ്ടെങ്കിൽ നമ്മളൊരു മുഅ്മിനാൻ. അതായത് ഈ സങ്കടങ്ങളെ പോക്കിക്കളയാൻ മാത്രം ഏതെങ്കിലും പാർക്കുകളിൽ ശാന്തഗംഭീരമായ കളകളാരവം മുഴക്കി ഒഴുക്കുന്ന പുഴയുടെ അരികിൽ പോയിരുന്നാൽ കിട്ടുന്നതിനേക്കാൾ സമാധാനം, തൻ്റെ ഫാമിലിയുടെ കൂടെ ശാന്തഗംഭീരമായ ടൂർ പോകുന്നതിനേക്കാൾ കിട്ടുന്ന സമാധാനം, തൊണ്ട വറ്റിയിരിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൻ്റെ ഗ്ലാസ് വെള്ളം കുടിച്ചിറക്കുന്ന കിട്ടുന്നതിനേക്കാൾ വലിയ സമാധാനം നീ പഠിപ്പിച്ച സിലബസിലൂടെ എനിക്ക് കിട്ടുമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. എന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ എല്ലാ സമയങ്ങളിലും ഇത് പ്രാർത്ഥിച്ചാൽ ഭൂമിയുടെ തൊലിക്ക് പുറത്തൊരു വിശ്വാസി അനുഭവിക്കുന്ന സമാധാനത്തേക്കാൾ ശാന്തത, സമാധാനം അനുഭവിക്കുന്ന ആരും ഉണ്ടാകില്ല എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പം ഞങ്ങളിത് പഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ നബി തങ്ങൾ പറഞ്ഞത്? കണ്ടോ എന്താ പറഞ്ഞത്? ഇത് നിങ്ങൾ പഠിക്കണം. ആരൊക്കെ ഇത് നിങ്ങൾ കേൾപ്പിക്കുന്നുണ്ടോ ഓരോടും പഠിക്കാൻ പറയണം. ഇതെന്തിനാ നമ്മൾ പറഞ്ഞത്? ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും പോക്കിക്കളയാൻ ഈ ദുആക്ക് കഴിയുമെന്നാണ്. വിഷമങ്ങളും സങ്കടങ്ങളും വിശ്വാസിയെ ബാധിക്കുമെന്നുള്ളൊരു വശം കൂടി ഇതിലുണ്ട്. കാരണം ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആരോടാ? വിശ്വാസികളോടാ. അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസിക്ക് വിഷമം ഉണ്ടാവും. വിശ്വാസി മനുഷ്യനാണ്. വിശ്വാസിയായാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല. അതാണ് അല്ലാഹ് ചോദിച്ചത്. അലിഫ് ലാം മീം. ഈ സൂറത്ത് അൻകബൂത്തിൽ ആദ്യത്തെ 2-3 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുറൂഫുൽ മുഖത്തഅ വെച്ചുകൊണ്ട് സൂറത്ത് തുടങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു അഹസിബന്നാസ്. ഒരു ചോദ്യമാണ്. ഓ മനുഷ്യ, നീ വിചാരിച്ചു പോയോ എന്ത്? അയ്യുതുറകൂ അയ്യഖൂലൂ ആമന്നാ. ഞാനിതാ ഒരു വിശ്വാസിയായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിട്ടേച്ച് കളയുമെന്ന് നീ വിചാരിച്ചോ? എന്താ യുത്രക്കും എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ വെള്ളം ചേർക്കണ്ട, നേരിട്ടർത്ഥം പറയാം. നീ വിചാരിച്ചോ നിന്നെ വിട്ടുകളയുമെന്ന്? എങ്ങനെ? അയ്യഖൂലു ആമന്ന. ആമന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിച്ചോ? വഹും ലാ യുഫ്തനൂൻ. ഒരു പരീക്ഷണങ്ങളില്ലാതെ ഭൂമി കൂടി സന്തോഷത്തോടെ നടക്കുന്ന ആളല്ല വിശ്വാസം. പരീക്ഷണം ഉണ്ടാവുന്ന പറയണം. എന്തിനാണ് അള്ളാഹ് സിസ്റ്റം വെച്ചത്? അത് അടുത്തായത്. ആ സിസ്റ്റം വെച്ചത് എന്തിനാ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള വിശ്വാസികളെ ഞാൻ നന്നായി പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയെന്നറിയോ? ഫലയഅലമന്നല്ലാഹു അല്ലദീന സ്വദഖൂ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങളിൽ സത്യസന്ധന്മാരാരാണ്, കളവ് പറയുന്നവരാരാണ്? 2 ഗ്രൂപ്പാണ്. സത്യം പറയുന്നവർ, അസത്യം പറയുന്നവർ. ഇവർ ആരൊക്കെ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് ചില പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് തരും. അപ്പം ഇങ്ങനെ മനസ്സിലാവും ചില ആൾക്കാരെ. മുനീർ ഷറഫി പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല. അള്ളാഹ് പറയുകയാണെങ്കിലോ ഒരു മുഅ്മിനെ തള്ളാൻ പറ്റുമോ? പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിയെ തേടിയെത്തുന്നത് എന്തിനാണ്? കള്ളന്മാരെ കണ്ടെത്താൻ, സത്യസന്ധന്മാരെ കണ്ടെത്താൻ എന്ന് പ്രപഞ്ചങ്ങളുടെ നാഥന്റെ സംസാരം. ഈ പറയപ്പെട്ട പരീക്ഷണത്തിന്റെ മുഖങ്ങൾ പലതാണ്. ഈ പറയപ്പെട്ട പരീക്ഷണങ്ങളുടെ മുഖങ്ങൾ പലതാണ്. അതിൽപ്പെട്ട ഒന്നാണ് വേണ്ടപ്പെട്ടവരുടെ മരണം. ഇന്നലെ വരെ ആരോഗ്യത്തോടുകൂടി ഓടിച്ചാടി നടന്നിരുന്ന നമ്മൾ ഒരു മൂലയിൽ ആക്സിഡന്റായി കിടക്കൽ പരീക്ഷണമാണ്. ജീവിതത്തിൽ ഇന്നലെ വരെ സുഖത്തോടുകൂടി അനുഭവിച്ചിരുന്ന സമ്പത്തിന്റെ കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു വീണ് ദാരിദ്ര്യത്തിന്റെ കയങ്ങളിലേക്ക് വീടൽ പരീക്ഷണമാണ്. ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ എക്സെട്ര കൂട്ടിക്കോ. അതോടൊപ്പം നമ്മളെ മക്കള് സന്തോഷല്ലേ, അതും പരീക്ഷണ. സമ്പത്ത് സന്തോഷല്ലേ, പരീക്ഷണ. സേഫായ സോണിലുള്ള ഒരു ജോലി പരീക്ഷണ, സന്തോഷല്ലേ. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുക. ആ കൂട്ടത്തിൽപ്പെട്ട പരീക്ഷണമാണ് എന്ത്? മനോവിഷമങ്ങളും സങ്കടങ്ങളും. എന്നിട്ട് ഈ കൂട്ടത്തിൽ അതില്ലാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരാണ്. മഹാനായ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. സുബ്ഹാനല്ലാഹ്, അല്ലാത്ത വാക്കാണത്. എന്നാ പറഞ്ഞത്? ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. പ്രതിഫലത്തിന്റെ മഹാത്മ്യം പരീക്ഷണത്തിന്റെ വലിപ്പമനുസരിച്ചാണ്. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലത്തിന്റെ മഹാത്മ്യം നിനക്ക് കിട്ടിയ പരീക്ഷണത്തിന്റെ വലിപ്പം നോക്കിയിട്ടാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്നല്ലാഹ അസ്സ വജൽ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തിലാഹും. ഇത് വ്യക്തമാണ് കാര്യങ്ങൾ. അള്ളാഹു ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തിലാഹും, പോലെ അള്ളാഹ് പരീക്ഷിക്കും. ഇത് മനസ്സ് സെറ്റ് ചെയ്താലേ ജീവിതം സന്തോഷ. കുടുംബരംഗത്തുണ്ടാണ് പ്രശ്നം, പിന്നെ പ്രശ്നമല്ല എന്തും. കാരണം എന്താ? ഇതെൻ്റെ റബ്ബ് എന്നെ അനുഭവിപ്പിക്കുകയാണ്. അതെന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തിലാഹും. എന്താ അഹബ്ബ എന്ന് പറഞ്ഞാൽ? അഫ്ളൽ വസ്നാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരെയാണ് അത്ര അള്ളാഹ് കൂടുതൽ പരീക്ഷിക്കുക. പനിച്ചു കിടക്കുന്ന മുത്തു നേതാവ് പറഞ്ഞില്ലേ, അഷദ്ദിനിൽ ബലാഇനിൽ അംബിയ. പ്രവാചകന്മാരാണ് അത്ര ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആൾക്കാർ. സുമ്മൽ അംസൽ സുമ്മൽ അംസൽ. പിന്നീട് അതിൻ്റെ താഴെ ഈമാനികമായി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, പിന്നെ അതിൻ്റെ താഴെ ഈമാനികമായി നിൽക്കുന്ന ആൾക്കാർ. അള്ളാഹ് അവരെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ഹദീസിന്റെ ബാക്കി എന്താ? ഫമൻ റദിയ. ഫമൻ റദിയ. ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തിയടഞ്ഞ് ജീവിക്കുന്നത്, ആശയറ്റവനായി മൂലക്ക കൂടുകയല്ല, ഇട്ടെറിഞ്ഞ് നാടുവിടുകയല്ല, ഇട്ടെറിഞ്ഞ് ജീവിതത്തെ അതേ അശാന്തികളിലേക്ക് നയിക്കുകയല്ല, പിന്നെയോ അതിൽ തൃപ്തിപ്പെടുന്നവരാരാണോ, ആ പരീക്ഷണം അത് കൈപ്പുറ്റതാണെങ്കിലും ആ പരീക്ഷണം എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്നുള്ളതിൽ തൃപ്തിപ്പെടുന്നതാണോ, ഫലഹുർറിളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം വ്യക്തല്ലേ? ഇതാർക്കും മനസ്സിലാകാതിരിക്കൂല, വളരെ വ്യക്തമാണ്. വമൻ സഖിത. ഇനി അല്ലാഹു തന്ന ആ പരീക്ഷണത്തോട് കോപാകുലനായി ദേഷ്യപ്പെട്ടാണോ നീ ജീവിക്കുന്നത്, ഫലഹു സുഖ്ത്, അല്ലാഹുവിനോട് കോപിക്കും. നീ എങ്ങനെയെന്ന് നോക്കാനാണത്, നീ എങ്ങനെയെന്ന് നോക്കാനാണത്. അപ്പം അതിനോട് എങ്ങനെയെന്ന് നമ്മൾ ആലോചിക്കണം. പരീക്ഷണങ്ങൾ മാനമിറങ്ങും എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ വേദനകൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസികൾ ഉണ്ടാകും. സൂറത്ത് തൗബയിൽ എന്ന് പറഞ്ഞില്ലേ, എന്ത് പരീക്ഷണം വന്നാലും വിശ്വാസി എന്താ പറയാ? ഉല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഇതേ ഒരു കിൻഡൽ കനുള്ള ആയത്താ, ഒരു കിൻഡൽ കനുള്ള ആയത്താണ്. എന്താ പറഞ്ഞത്? ഉല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. എന്നോട് ചോദിക്കാതെ ഈ ജീവിതം തന്ന റബ്ബുണ്ടല്ലോ, ഈ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നത് എന്തിനാ? റബ്ബെ, നീ ഇത് മുമ്പേ എഴുതി വെച്ചത് ഞാനിങ്ങനെ ജീവിച്ച് തീർക്കുകയാണ്. ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ മേൽ നീ അത് വിധിച്ചു വെച്ചതാണ്. നീ ഞങ്ങൾ ആരാണ്? ഹുവ മൗലാന, നീ ഞങ്ങളുടെ മൗലയാണ്, നീ ഞങ്ങളുടെ രക്ഷകനാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നീ മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. എന്നിട്ട് പറയണം വിശ്വാസി, വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. വിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് ജീവിതം മുഴുവൻ. അല്ലാഹ് പറഞ്ഞെന്താ? എന്നിൽ ഏൽപ്പിച്ചിടോ, ഞാൻ റെഡിയാണ് നിന്നെ കാക്കാൻ. അതുപോലെ ജീവിതം സന്തോഷത്തിലാകാം. പിന്നെന്ത് വേണം? ഈ പറയപ്പെട്ട വിധികളിൽ ചിലതിന് മധുരമാണ്, ചിലതിന് ഭയങ്കര കയ്പാണ്. പക്ഷേ എന്തു തന്നെ വിശ്വാസിയെ ബാധിച്ചാലും, മധുരമുള്ള പരീക്ഷണമാണെങ്കിലും കൈപ്പുറ്റ പരീക്ഷണമാണെങ്കിലും, അജബല്ലി അംറിൽ മുഅ്മിൻ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വിശ്വാസിയുടെ കാര്യം അജബാണ്. നിങ്ങളെ മനസ്സിൽ എഴുതി വെക്കണം കേട്ടോ. വിശ്വാസിയുടെ കാര്യം അജബാൻ. എന്താണ് അത്ഭുതം? ഇന്ന അംറഹു കുല്ലുഹു ഖൈർ. അവനെ ബാധിക്കുന്ന ചെറുതും വലുതുമായ എല്ലാം അവന് ഖൈറാണ്, എല്ലാം ഖൈറാണ്. ഇത് വിശ്വാസിക്കല്ലാതെ കിട്ടൂല എന്നും പറഞ്ഞു. വിശ്വാസി തൊട്ടതൊക്കെ ഓഫറാക്കി മാറ്റിയെടുക്കുന്ന ആളാണ് വിശ്വാസി. കാരണം എന്താ? ഈ ഹദീസിന്റെ ആശയം പറയാൻ സമയമില്ലാത്തതുകൊണ്ട്. അതായത് ഖൈർ വന്നാൽ ശക്കറല്ലാഹ്, അവൻ അല്ലാഹുവിന് നന്ദി ചെയ്ത് അല്ലാഹുവിനെ സ്തുതിക്കും, അതവന് കൂലിയാണ്. വേദനാജനകമായൊരു പരീക്ഷണമാണ് വന്നതെങ്കിൽ ഫസബറുല്ലാഹ്,
അവൻ അള്ളാഹുവിൽ ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളും, അതുമോന് ഖൈറാൻ. ഒരു വിശ്വാസിക്ക് എവിടെയാണ് ജീവിതത്തിലെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോണത്? ഈ പറയപ്പെട്ട വഴികളിൽ നിന്ന്, ഈ പറയപ്പെട്ട സിലബസുകളിൽ നിന്ന് തെന്നിമാറുമ്പോഴാണ് അസമാധാനങ്ങൾ നമ്മളെ തേടിയെത്തുക. ഇന്ന് നമ്മൾ സമാധാനക്കേട് അനുഭവിക്കുന്നുണ്ടോ? നമ്മളെന്താണെന്നറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തിടത്തോളം കാലം അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും ആ പ്രയാസം. നേരെ മറിച്ച് കതബല്ലാഹു ലന, ഇത് ഞങ്ങളുടെ മേൽ അള്ളാഹ് എഴുതി വെച്ചതാൻ തീരുമാനിച്ചാലോ? അതാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത്. എന്ത്? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് തണുത്ത മഴ പെയ്യുന്ന ആയത്താണിത്. നിങ്ങളറിഞ്ഞോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടൂല. അല എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ അറിയുന്ന എല്ലാ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കോ. അല എന്ന് പറഞ്ഞ് തുടങ്ങണ ഏത് ആയത്തുണ്ടോ, ഏത് ഹദീസുണ്ടോ, അതൊക്കെ അതീവ ഗൗരവമായ ചർച്ചകളായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ മനസ്സുകൾ സമാധാനമടയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. റബ്ബിലേക്ക് ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കുക. ഒറ്റ കാര്യം കൂടി ഞാൻ ടോട്ടലി അടിവരയിട്ട് പറയുന്നു: സൃഷ്ടികളിൽ ഒരാളുടെ മേലും ഒരമിത പ്രതീക്ഷയും വെക്കേണ്ട ആളുകളല്ല നമ്മൾ. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് പൂർണ്ണമായ സാറ്റിസ്ഫാക്ഷൻ, പൂർണ്ണമായ സമാധാനം കിട്ടുന്നത് നമ്മുടെ റബ്ബിങ്കിലേക്ക് മാത്രമാണ്. അള്ളാഹുവിലേക്ക് നമുക്ക് അങ്ങനെയുള്ളൊരു ഹൃദയത്തോടെ മടങ്ങാം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.